അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്നതിൽ മാറ്റം വരുത്താനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. 2021 ക്യാപിറ്റോൾ ആക്രമണത്തിൽ പങ്കാളികളായവർക്ക് മാപ്പ് നൽകാനുള്ള ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചു. വിദേശ വികസന ഫണ്ട് വിതരണം നിർത്തിവെക്കാൻ ട്രംപ് നിർദ്ദേശം നൽകി. നിർണായകമായ നിരവധി തീരുമാനങ്ങളാണ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ ട്രംപ് നടപ്പാക്കിയത്. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്നതിനുള്ള നിയമം മാറ്റം വരുത്താനുള്ള ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവച്ചു. അനധികൃതമായി കുടിയേറിയവരുടെ കുട്ടികൾക്കും ഇത്തരത്തിൽ പൗരത്വം ലഭിക്കുമായിരുന്നു. സ്വാഭാവികമായും കുട്ടികളുടെ സംരക്ഷണത്തിനായി അനധികൃതമായി കുടിയേറിയവരെ അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യേണ്ടി വന്നു. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഭരണഘടനയുടെ 14ാം ഭേദഗതി മൂലം അമേരിക്കയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ മാറ്റാനുള്ള നീക്കം ട്രംപ് ആരംഭിച്ചത്. 2021 ക്യാപിറ്റോൾ ആക്രമണ കേസിൽ പ്രതികളായ 1600 പേർക്കും ട്രംപ് മാപ്പ് അനുവദിച്ചു. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമൊഴിയുന്നതിന് മുൻപേ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുൻകൂർ മാപ്പ് നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന വികസന ഫണ്ട് നിർത്തിവെക്കാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ഫണ്ടുകൾ റിലീസ് ചെയ്യുന്നതും അടിയന്തരമായി തടഞ്ഞു. 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് 2-3 ദിവസത്തിനകം തയ്യാറാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കയുടെ സമഗ്ര വികസനത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സുസജ്ജമായ നീക്കമാണ് ട്രംപ് നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.